നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. നിങ്ങൾ കത്ത് എഴുതാൻ ആഗ്രഹിക്കുന്നവരാണോ? കത്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയോ? എന്താണ് കത്ത് എന്നറിയാവോ? എന്നാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും കത്ത് എന്താണ്, കത്ത് എങ്ങനെ എഴുതാമെന്ന്. ഓക്കെ, അപ്പോൾ മിസ്സിന്റെ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ ഈ ഒരു ഉഷാറോട് കൂടിയിരിക്കുന്ന വിശ്വാസത്തിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് 2018 മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസം എഴുത്ത് പോരാ, കാലാവസ്ഥാ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലായത്. ഗ്രേറ്റ് തന്നെ പോരാട്ടം തുടങ്ങിയത് ഒറ്റയ്ക്കാണ്. പിന്നീട് അവൾക്കൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 10,000 ചേർന്നു. ഇതിനകം 35-ലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഗ്രേറ്റ അർഹയായി. കിട്ടാവുന്ന പുരസ്കാരങ്ങൾ, ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ. ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതൂ. വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസിൻ്റെതായി ഒരു കത്ത് തയ്യാറാക്കുക. അപ്പൊ മക്കളെ, നിങ്ങളോടൊരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കത്ത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് മക്കളെ? സ്ഥലം, തീയതി, അത് നിർബന്ധമായിട്ടും ഒരു കത്തിൽ ഉണ്ടായിരിക്കണം. ഓരോന്നിനും ഓരോ ഫോർമാറ്റുകളാണ് അല്ലേ? അപ്പൊ കത്ത് എഴുതുമ്പോൾ സ്ഥലവും തീയതിയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെയോ ആർക്കാണ് എഴുതേണ്ടതെന്ന് വെച്ചാല് പ്രിയപ്പെട്ട അവരുടെ പേര് എഴുതുക. ശേഷം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഒന്ന് വായിച്ചു നോക്കിയാലോ? പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക്, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ ലക്ഷക്കണക്കിന് ആരാധകരിൽ ഒരാളാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു 15 വയസ്സുകാരിക്ക് ഇത്രയേറെ ചെയ്യാൻ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകൾ ഉള്ള ലോകത്ത് 15 വയസ്സുകാരിയാണ് ഭൂമിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ജനതയോട് പുച്ഛവും തോന്നുന്നു. എനിക്കും നിങ്ങളെ പോലെ ഒരാളാവാനാണ് ആഗ്രഹം. അവസാന ശ്വാസം വരെ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നവളാവാൻ, എന്തു വില കൊടുത്തും ഭൂമിയെ സംരക്ഷിക്കുന്നവളാവാൻ. എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്നും പ്രചോദനമായി എടുക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ഇനിയും ഒരുപാട് എഴുതണമെന്നുണ്ട്, അതിനി മറ്റൊരു കത്തിലാവാം എന്ന് രാധിക. മക്കളെ, ഒരു കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? മിസ് ആദ്യം പറഞ്ഞു, സ്ഥലം എഴുതിയിരിക്കണം, തീയതി എഴുതിയിരിക്കണം, ആർക്കാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ പ്രിയപ്പെട്ട എന്ന് തുടങ്ങിക്കൊണ്ട് അവരുടെ പേരും എഴുതിയിരിക്കണം. ഇതിന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ എഴുതുന്ന ആളുടെ പേരും. ഇതോടുകൂടി നമ്മൾ കത്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതണമെങ്കിൽ ആ കത്തിൽ ഉൾപ്പെടുത്താം. മിസ്സിന് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു കത്താണ് അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കത്ത് എഴുതാനാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.